എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ ഇക്കിഴി റിവ്യൂ ആണ്. ക്യാപ്റ്റൻ മില്ലർ. യെസ്, ക്യാപ്റ്റൻ മില്ലർ സിനിമ കണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു രക്ഷയില്ല. കിടിലൻ പടം, കിടിലം. അതായത് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഒരു മാസ് ആക്ഷൻ മൂവി, ഒന്ന് ക്ലാസ് ഐറ്റം. ഇത് രണ്ടും കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് അതെ, വേറെ ലെവൽ ഒരു ഐറ്റം. ശരിക്കും ഈ സലാർ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു 30%, അതായത് നമുക്ക് കിട്ടാതെ പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ 30% നമുക്ക് ഇതിന്ന് കിട്ടി. തീർച്ചയായിട്ടും അത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. നമ്മൾ സലാർ സിനിമ കാണാൻ പോകുന്ന നേരത്ത് നമ്മൾ പ്രതീക്ഷിച്ച കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ റിവ്യൂലൊക്കെ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ മില്ലർ കാണാൻ പോകുമ്പോഴും ഉണ്ടായിരുന്ന പ്രതീക്ഷ എന്താണോ അത് തന്നെ തിരിച്ചിറങ്ങി സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്ര പ്രതീക്ഷന്നില്ല. അതെ, ഇത്രയ്ക്കും വിചാരിച്ചിട്ടുമില്ല. അതെ, കാരണം അമ്മാതിരി ഫൈറ്റ് സീനുകളാണ്, യുദ്ധം. ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ആക്ഷൻസ് കേട്ടോ. ഒരു രക്ഷയില്ല. അതിന്റെ മേക്കിങ്ങും അമ്പമ്പോ വേറെ ലെവലാണ്. ഇതില് ആദ്യം എടുത്തു പറയേണ്ട കാര്യം, ഇതില് ക്ലൈമാക്സിൽ ഒരു ഭീകരമായ യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. അത് വേറെ ലെവലാണ്. അത് ഈ സിനിമയുടെ ഗ്രാഫ് ടോട്ടലി അങ്ങ് ഉയർത്തി. അത് ഭീകര ക്ലൈമാക്സ്. അതുപോലെ തന്നെയാണ് ഇൻട്രോയിൽ ബ്ലോക്ക്. തകർത്തു വാരുവാണ് ആ സാധനം. അതായത് ചേസിങ് സീന്, എന്തൊരു സീനാണത്. അതിന്റെ മേക്കിംഗ് എന്താണ്? ഏകദേശം ഒരു 10 മിനിറ്റോളം അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കും. അത് ഒറിജിനൽ ബൈക്ക് അങ്ങ് എടുത്ത് ഇറങ്ങിയിട്ട് ശരിക്കും അതും അങ്ങനത്തെ ഒരു ഏരിയ, ആ ഒരു സ്ഥലം ലൊക്കേഷൻ വേറെ ലെവല് ലൊക്കേഷൻ. അവിടുന്നാണ് ഈ രീതിയിലുള്ള ചേസിങ്. അത് എത്ര ഒറിജിനലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലാസ്റ്റ്, അതായത് ബോംബൊക്കെ എറിയുമ്പോ ബോംബൊക്കെ ഒറിജിനലാ. ബോംബ് പോലത്തെ അങ്ങനത്തെ സാധനം തന്നെ യൂസ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ശരിക്കും സാധാരണ നമുക്ക് അറിയാലോ, ഈ VFX ചെയ്യുമ്പോൾ തീന്റെ ഇതൊക്കെ വരുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാം. ഇതിൽ അങ്ങനത്തെ ഒരു സംഭവം ഒറിജിനൽ ഫയർ ഒറിജിനലാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്തെന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈമില് നമുക്കിപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്റർവെൽ ബ്ലോക്ക്, നമുക്ക് ശരിക്കും സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു സ്ലോ ബേസിൽ തുടങ്ങുന്ന സിനിമയാണ്. അതിങ്ങനെ കേറി വന്നിട്ട് ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും ശരിക്കും അങ്ങ് ഉയർത്തി വെക്കും നമ്മളെ. അതായത് തുടക്കത്തിൽ ധനുഷിന്റെ ഒരു ഇൻട്രോ സീൻ ഉണ്ട്. അത് ഒരു പഞ്ചും കിട്ടിയില്ല, ശരിയായ രീതിയിൽ പഞ്ച് വന്നില്ല എന്നുള്ളതിന് കാരണം അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ ആ അറ്റംപ്റ്റ് ശരിയായ രീതിയിൽ വന്നില്ല. അതിനുശേഷം ആളുടെ ഒരു ഫയറിങ് സീനുണ്ട്, അതിലും ശരിയായ രീതിയിൽ ആ പഞ്ച് വന്നിട്ടില്ല. പിന്നെ അതിന് ശേഷം ആള് കോവിലേക്ക് കയറുന്നൊരു സീനുണ്ട്. അത് ഭയങ്കര ഇമ്പാക്റ്റുള്ള സീനാണ്. പക്ഷെ അത് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് അത്രയും വലിയ വിഷയം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന് മുൻപേ ആ ഒരു പഞ്ച് തന്നിരുന്നെങ്കിൽ നമുക്ക് ആ സീന് കാണുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശരിയല്ല, ഒരു നോർമലായിട്ടുള്ള രീതിയിലായിരുന്നു അവിടെയുള്ള ഒരു അപ്രോച്ച് അവരുടെ. അത് വലിയ രീതിയിൽ തരണമായിരുന്നു. കാരണം ഇതിന്റെ സബ്ജക്റ്റ് തന്നെ അതാ. കുറച്ചും കൂടി അത് ഭീകരമായിട്ട് തുടക്കം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു എഫക്ട് കിട്ടിയാണ്. എഫക്ട് ഇല്ല എന്നല്ലോ പറയുന്നത്, ആ ഒരു സ്ലോയിലായി പോയി എന്ന് പറയുന്നത്. സ്പീഡൊക്കെ കുറഞ്ഞ് ചില സമയത്ത് നമുക്ക് തന്നെ 1-2 അടിച്ചു വിട്ടാലോ എന്നൊക്കെ തോന്നിപ്പോ മൊബൈലിൽ കാണുമ്പോൾ സീക്ക് ചെയ്യുന്ന പോലെ. അത് കുറച്ച് കൂടുതൽ നേരം ആ ലാഗ് അടിപ്പിക്കുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ആ ഇന്റർവെല്ലിനോട് അടുക്കുമ്പോ ഈ ലാഗ് അടിച്ചതിന്റെ ഒക്കെ ഒരു 100 ഇരട്ടി അവർ അതിനകത്ത് തരുന്നുണ്ട്. പിന്നെ അങ്ങ് മാറാണ്, കളിയേ മാറി. പിന്നെ ഓരോ ഷോട്ടുകളും അതിന്റെ ട്രീറ്റ്മെന്റ്, ഇപ്പൊ മേക്കിംഗ് മാത്രമല്ല, ട്രീറ്റ്മെന്റ് ആദ്യ തുടക്കത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സമയമുണ്ട്. ആ സമയത്ത് ശരിക്കും ഇത് കൈവിട്ട് പോയിട്ടോ എന്ന് തോന്നിയൊരു സമയം. ആ സമയത്ത് ഇതിന്റെ ട്രീറ്റ്മെന്റ്, അതായത് വെറുതെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ക്യാമറ ഇങ്ങനെ ഇളകുന്നു, മനഃപൂർവ്വം ഇങ്ങനെ ഇളക്കുന്നു. പിന്നെ തിരിയുമ്പോൾ അതുപോലെ ചെയ്യുന്നു. അപ്പം ഭയങ്കര തലവേദന എടുക്കുന്ന പോലെ. നമുക്കൊരു നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതിനകത്ത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട്, കണ്ണിനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴല്ലേ ക്യാമറയൊക്കെ ഏരിയ പോണെന്ന് ആ ഷോട്ടിന്റെ ടൈമില് തലങ്ങും വിലങ്ങും ഒക്കെ ക്യാമറ ഓടുന്നുണ്ട്, മുകളിൽ കൂടെ താഴെ കൂടെ സൈഡിൽ. നമ്മളതിനെ ഞെട്ടിപ്പോവും. ശരിക്കും ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിരിക്കൂലേ അതേപോലെ ആ ചേസിങ്ങും അതിനനുസരിച്ചുള്ള ആ സമയത്തുള്ള BGM. എന്റെ പൊന്ന് GVP നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റേ മാർക്ക് ആന്റണി കണ്ടു കഴിഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് BGM നമ്മുടെ ചെവി അടിച്ചു പോകുന്ന ഒരു സംഭവമായിരുന്നു.
പക്ഷെ ഇതിലേക്ക് വന്നപ്പോ നേരെ മാറി ഓ അങ്ങനെ എന്താ പറയാ, ഇങ്ങനെ താന്നും കേറി ഇങ്ങനെ പോകുന്ന BGM. അത് അടിപൊളി എന്താ BGM ആയിരുന്നു. അതിന്റെ ടോട്ടൽ സംഭവം അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഉള്ള ഭയങ്കരമായിട്ടുള്ള ഈ യുദ്ധം പോലത്തെ ഒരു ഫൈറ്റ് സീനും, പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ, വളരെ മികച്ച കഥാപാത്രങ്ങളുണ്ട്. ചെയ്തവരൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ധനുഷിന്റെ ലുക്ക്, ആളുടെ സ്വാഗ്, ആളുടെ ഫൈറ്റ് രംഗങ്ങൾ, എന്തിനാ ചില സമയത്ത് ആളിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വരുന്ന കാണുമ്പോൾ തന്നെ എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണ്, നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. എന്താ ഒരു രസം എന്ന് പറയുക കാണാം. അമ്മാരി ലുക്കിലാണ്. ആളുടെ കോസ്റ്റ്യൂമുകളാണെങ്കിൽ പോലും ആ ഒരു വൈബ് വരുന്നുണ്ട്, ഒരു പ്രത്യേക രസമാണ്. നല്ല കോസ്റ്റ്യൂമാണ്. അതെ, ആ റെഡ് ഷോളും കൂടി കിട്ടി കഴിയുമ്പോഴത്തേക്കും ഒരു ഭയങ്കര രസം. പിന്നെ ആൾക്ക് കൊടുത്തിരിക്കുന്ന ഓരോ വെപ്പൺസും സൂപ്പറാ അല്ലേ? വെപ്പൺസ് ഒക്കെ എന്റെ പൊന്നോ, അത് നമുക്ക് എന്താ പറയുക, നമുക്ക് വിശ്വസിപ്പിക്കും അതെ ഇത് ഇവരുടെ കയ്യിലുണ്ട്. കാരണം അതിന്റെ സീനുകളും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇവരുടെ കയ്യിൽ തന്നെ ഉള്ളതാണെന്നും ഇവരത് വെച്ചിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് ഓൾറെഡി അത് മനസ്സിലാവുന്നുണ്ട്. രജിസ്റ്റർ ചെയ്തു. അതെ, അപ്പൊ ഓൾറെഡി നമുക്കറിയാം ഇത് എന്താ പറയാ, ലോജിക്കലി ആണെങ്കിലും അത് ചിന്തിക്കും, ഇത് അവരുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ടാണല്ലോ ഇവർ ചെയ്യുന്നത്. അങ്ങനെ പല സംഭവങ്ങളും ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഒറിജിനൽ സാധനം ഇവര് അതിനായിട്ട് യൂസ് ചെയ്തെന്നുള്ളതാണ്. അതായത് ഒറിജിനൽ വെപ്പൺ, ഇത് റിയൽ വെപ്പൺ അല്ല, അതിന്റെ എന്താ മാതൃക അവർ ഉണ്ടാക്കിയിട്ട് അത് ശരിയായ രീതിയിൽ യൂസ് ചെയ്തു. അതായത് കണ്ടു കഴിഞ്ഞാൽ സെയിം അതേ വെപ്പൺ ആണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൊക്കേഷൻസ് ടോട്ടലി അടിപൊളിയാണ്. പിന്നെ പ്രിയങ്ക മോഹൻ, പിന്നെ നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാർ, പിന്നെ വേറെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ്. തീർച്ചയായിട്ടും. അതായത് എന്താ, 2 സീനിൽ വന്നു പോകുന്നവർക്ക് പോലും ഒരുപാട് ചെയ്യാനുള്ളതായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലുള്ള സീനുകളാണ്. അതാണ്, ഇപ്പോൾ ഒരു ചെറിയൊരു റോൾ ചെയ്തിട്ട് പോയ ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇപ്പോഴും അത് ഓർമ്മയിൽ നിൽക്കും. ഇന്ന ആൾ അത് തന്നെ ആൾ ചെയ്തിട്ട് പോയിട്ടുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്ന സൈസ്. അങ്ങനത്തെ ക്യാരക്ടർ എല്ലാവർക്കും ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളത്. അവർക്ക് ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉണ്ട്, അതാണ് രസം. അതെ, അത് കുറെ സംഭവങ്ങളുണ്ട് ശരിക്കും. എന്താ പറയാ, പക്ക ഒരു ഇത് നമ്മൾ വീണ്ടും പറഞ്ഞത് ഈ ആക്ഷനും ഈ BGM-ഉം പിന്നെ ധനുഷിന്റെ നമ്മൾ പറഞ്ഞ കുറെ സ്വാഗുകൾ, പിന്നെ ശിവരാജ് കുമാർ, പിന്നെ ഇവർ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റ് അത് ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം പണ്ട് മുതലേ നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. അതെ, അപ്പോൾ അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ്, സ്വാതന്ത്ര്യം, അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധം അങ്ങനെ പറയണോ, അപ്പോഴേ അതിന്റെ ഒരു പൂർണ്ണതയിലെത്തുള്ളൂ. ശരിക്കും യുദ്ധം തന്നെയാണ് അത്. ശരിക്കും എന്താ പറഞ്ഞ, ഇത്രയും കാരണങ്ങൾ തന്നെയാണ് പക്കയായിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാരണം. അത് നമുക്ക് ശരിക്കും മിസ്സാക്കരുതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്താണെങ്കിലും നമുക്ക് ഈ ഒരു ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ, അതെ, അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സിനിമ. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ അതിൽ ലാസ്റ്റ് ഒരു ടൈൽ എൻഡിങ് ഉണ്ട്, അത് ഞങ്ങൾക്ക് കണക്ട് ആയിട്ടില്ല കേട്ടോ, വളരെ മോശമായി തോന്നി. അത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ചാപ്റ്ററിന് ഇങ്ങനെ എഴുതി കാണിച്ച് ആ ഒരു സംഭവം ചാപ്റ്റർ എഴുതി കാണിക്കാതെ തന്നെ അത് നോൺ ലീനിയർ ആയിട്ട് ഇതുപോലെ തന്നെ പറയാൻ പറ്റും. അപ്പൊ എഴുതി കാണിക്കുമ്പോൾ നമ്മള് ഇതിപ്പോ നമ്മളൊരു സിനിമ അല്ലാതെ ഇങ്ങനെ ചാപ്റ്റർ ആയിട്ട് ഇങ്ങനെ കാണുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അത് ആ ചാപ്റ്റർ എന്ന് എഴുതി കാണിക്കുന്നത് നമുക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ധനുഷിന്റെ ഓരോ ടൈമുണ്ട്. ആ ടൈമിൽ ആൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് കറക്റ്റ് ആയിട്ട് അങ്ങനെയാണ് വന്നു പോയിട്ടുള്ളതായിട്ട് തോന്നിയത് കേട്ടോ. എന്താണെങ്കിലും വേറെ ലെവല് സന്തോഷം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് സിനിമയുടെ റേറ്റിംഗിലേക്ക് പോവാം. ഓക്കെ, 8 out of 10. തീർച്ചയായിട്ടും. എന്താണെങ്കിലും സിനിമ കണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. ഒന്ന് അറിയണോ? തീർച്ചയായിട്ടും. സിനിമ എത്രത്തോളം നമുക്ക് ഭയങ്കരമായിട്ട് അത് എന്താ പറയാ, സൂപ്പറായിട്ട് തോന്നിയിട്ടുള്ളു. അപ്പം അതിനി മറ്റുള്ളവർക്കും അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് കൂടെ അറിയണം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. അയലാൻ. യെസ്.